ഇടുക്കി നെടുങ്കണ്ടത്ത് ബാറിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെട്ടേറ്റു. നെടുങ്കണ്ടം സ്വദേശി റോബിൻസനാണ് വെട്ടേറ്റത്. കോട്ടയം സ്വദേശി ഉണ്ണികൃഷ്ണൻ കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നെടുങ്കണ്ടം പടിഞ്ഞാറ കവലയിൽ പ്രവർത്തിക്കുന്ന ബാറിൽ വെച്ചാണ് വൈകുന്നേരം ഏതാണ്ട് 7 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവർ ഇരുവരും ബാറിൽ വെച്ച് മദ്യപിക്കുകയായിരുന്നു. റോബിൻസൺ എന്ന ആളാണ്. റോബിൻസനാണ് ഈ വെട്ടേറ്റത്. ഉണ്ണികൃഷ്ണൻ എന്ന സുഹൃത്താണ് ഒപ്പമുണ്ടായിരുന്നത്. ഇവർ രാവിലെ മുതൽ തന്നെ ഇരുവരും മദ്യപിച്ചിരുന്നു. വൈകുന്നേരമായതോടെ ചെറിയ തോതിൽ ചില വാക്കേറ്റം ഉണ്ടാവുകയും ഉണ്ണികൃഷ്ണൻ കയ്യിൽ കരുതിയിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് റോബിൻസന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന. പോലീസ് അങ്ങനെയാണ് നമുക്ക് നൽകുന്ന വിവരം. 3 തവണ ചെറിയ കത്തി ഉപയോഗിച്ച് വെട്ടുകയുണ്ടായി. അങ്ങനെ ഈ റോബിൻസിന്റെ കഴുത്തിലെ ഞരമ്പ് മുറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ പെട്ടെന്ന് അവിടെ ബാറിലുണ്ടായിരുന്ന ആളുകൾ അവിടെ ഓടിക്കൂടുകയും, പക്ഷേ പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഈ റോബിൻസ് കഴുത്തിൽ വെട്ടേറ്റ് പരിക്കുകളോടുകൂടി ചോര ദേഹം വഴി ഒഴുകിയ ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ നിന്ന് ഈ ഇന്നയാളാണ്, ഈ ഉണ്ണികൃഷ്ണൻ എന്ന ആളാണ് വെട്ടിയത് എന്ന് പറയുകയും കുറച്ച് ആളുകൾ ഉണ്ണികൃഷ്ണൻ പിന്നാലെ പോവുകയും ചെയ്തു. പിന്നീട് നെടുങ്കണ്ടത്തെ ജംഗ്ഷനിൽ വെച്ചാണ് ഈ ഉണ്ണികൃഷ്ണനെ പിടികൂടുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ഈ റോബിൻസിനെ മാറ്റിയിട്ടുണ്ട്. ഇത് കഴുത്തിനുള്ള ഒരു ഞരമ്പിന് മുറിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഉണ്ണികൃഷ്ണനെ പോലീസ് ഈ നാട്ടുകാർ കൂടിയതിനെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ കോട്ടയം സ്വദേശിയാണ്. ഇവർ ഇരുവരും സുഹൃത്തുക്കളാണ്. ഇവർ രാവിലെ മുതൽ തന്നെ ബാറിൽ നിന്ന് മദ്യപിക്കുകയായിരുന്നുവെന്നും വൈകുന്നേരമായപ്പോഴാണ് ഇത്തരം തർക്കങ്ങൾ, എന്തൊക്കെയോ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതേ തുടർന്ന് ഈ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പൊടുന്നിനെ ഇയാളെ ആക്രമിക്കുകയായിരുന്നു, ഈ റോബിൻസിനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.